ഇന്ന് ഉച്ചക്കലത്തേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയില കിട്ടിയിട്ടുണ്ടായിരുന്നേ. അമ്മ അതൊക്കെ കഴുകി തന്നിട്ടുണ്ടായിരുന്നു. ഞാനതൊക്കെ വാല വെച്ച് കുറച്ച് തൂരപ്പരിപ്പ് കൂടി വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പച്ചപ്പയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് പച്ചപ്പയർ ഇതേപോലെ കുനുകുനാന്ന് അരിഞ്ഞിട്ടുണ്ടായിരുന്നേ. അത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനകത്തേക്കുള്ള അരപ്പൊക്കെ റെഡിയാക്കി കുറച്ച് കടുക് പൊട്ടിച്ച് വെളുത്തുള്ളിയും ഉള്ളിയും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും പിന്നെ അതുപോലെ തന്നെ നാളികേരമൊക്കെ ചേർത്ത് നല്ലപോലെ എടുത്ത് ഒരു തോരൻ അങ്ങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പൊക്കെ നല്ലപോലെ ഒന്ന് വെന്തിട്ടുണ്ട്. പിന്നെ മീനായിരുന്നു കേട്ടോ, അയില മീനായിരുന്നേ. അത് പുളിയൊക്കെ ഇട്ടെടുത്ത് അടുപ്പത്ത് കിടന്ന് നല്ല രസികനായിട്ട് വെന്ത് വരുന്നുണ്ട് കേട്ടോ. പരിപ്പ് വെന്ത് വന്നപ്പോൾ പിന്നെ മുരിങ്ങയിലും കൂടി ചേർത്ത് അതും കൂടി വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ മീനൊക്കെ തിരിഞ്ഞ് വന്നപ്പോൾ അത് ഉള്ളി കാച്ചിയിട്ടു. പിന്നെ പരിപ്പും മുരിങ്ങയിലും കൂടി ചതച്ച മുളക് ചേർത്തിട്ട് ഒന്ന് കുത്തി കാച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ് ചോറുണ്ണാനായിട്ട്. പിന്നെ കുറച്ച് മീൻ ഉണ്ടായിരുന്നേ, അതൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്തിട്ട്. പിന്നെ നല്ല രസികൻ ഒരു ലിവർ ഫ്രൈ ആണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ലിവർ ഫ്രൈ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂട്ടി ഇന്നത്തെ ഉച്ചയൂണ് അതിഗംഭീരമായിരുന്നു. വയറ് നിറഞ്ഞു.